നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം. വാടക നൽകാത്ത CBIക്കാരെ ഗസ്റ്റ് ഹൌസിൽ നിന്നും സർക്കാർ ഇറക്കിവിട്ടു. കൊച്ചി PWD ഗസ്റ്റ് ഹൌസിൽ നിന്നും ഒഴിയേണ്ടി വന്നത് ഹക്കീം വധക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ. വ്യാജ വാർത്തകൾ വ്യാപകമാകുന്നു. പഴയങ്ങാടിയിൽ ഇരയാകേണ്ടി വന്നത് കട്ടൻ തൊഴിലാളികൾ. ഇവർ കുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്ന ആരോപണം പടർന്നത് സോഷ്യൽ മീഡിയ വഴി. ചൂളക്കടവ് പാലം യാഥാർത്ഥ്യമാകാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗം ലഭിക്കുന്നു. ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ചു. കരിവള്ളൂർ സമരസേനാനി പാവൂർ കുഞ്ഞിരാമൻ അനുസ്മരണം ചീറ്റയിൽ നടന്നു. അപകടമൊഴിയാതെ പരിയാരം ദേശീയപാത. ചൊവ്വാഴ്ച അപകടത്തിൽപ്പെട്ടത് സ്കൂൾ ബസ്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ PWD ഗസ്റ്റ് ഹൌസിൽ പ്രവർത്തിക്കുന്ന ഹക്കീം വധക്കേസ് അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ് CBI ഒഴിഞ്ഞുകൊടുത്തു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസ് വാടക നൽകാതെ ആർക്കും കൊടുക്കേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനത്തെ തുടർന്നാണ് ക്യാമ്പ് ഒഴിഞ്ഞുകൊടുത്തത്. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന CBI ഓഫീസർ ഡാർബിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് ഓഫീസ് നിഷേധിച്ചതിനെ തുടർന്ന് കേസ് രേഖകളുമായി പടിയിറങ്ങിയത്. 1 വർഷം മുമ്പാണ് CBI പയ്യന്നൂരിലെ ഹക്കീം വധക്കേസ് അന്വേഷണത്തിനായി എത്തിയത്. അന്നു മുതൽ ഹക്കീം കൊല ചെയ്യപ്പെട്ട കൊച്ചി ജുമാ മസ്ജിദിന് വിളിപ്പാടകലെയുള്ള ഗസ്റ്റ് ഹൌസിലാണ് സംഘം ക്യാമ്പ് ചെയ്തത്. കൊച്ചിയിലെ ഓഫീസ് സംഭവം നടന്ന സ്ഥലത്തിനടുത്തായതിനാൽ ഏറെ സഹായകരമായിരുന്നു. മുമ്പ് സർക്കാർ സൗജന്യമായാണ് താമസസ്ഥലം നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ സൗജന്യ താമസം നൽകേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ച് കഴിഞ്ഞ ജൂലൈയിൽ ഉത്തരവിറക്കിയതാണ് ഇവർക്ക് വിനയായി തീർന്നിരിക്കുന്നത്. മുകളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടായതിനാലാണ് PWD ഉദ്യോഗസ്ഥർ CBIക്ക് അന്ത്യശാസനം നൽകിയത്. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ഹക്കീം വധക്കേസ് CBI ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ക്യാമ്പ് ഓഫീസ് അനുവദിക്കാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട്. പോലീസ് സ്റ്റേഷൻ ഉപയോഗപ്പെടുത്താമെങ്കിലും അത് അന്വേഷണത്തെ ബാധിക്കാനിടയുണ്ട്. ഇതാണ് സർക്കാർ അതിഥി മന്ദിരത്തെ ഉപയോഗപ്പെടുത്തിയത്. അതിനിടെ ഹക്കീം വധക്കേസിൽ CBI അന്വേഷണം അവസാന ഘട്ടത്തിലെത്തിയതായാണ് സൂചന. ഈ സന്ദർഭത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇടം നഷ്ടമായിരിക്കുന്നത്. ക്യാമ്പ് ഓഫീസ് വിട്ടുകൊടുത്ത അന്വേഷണ സംഘം എറണാകുളത്തെ CBI ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവം സമാപിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടോടെയാണ് 2 ആഴ്ചക്കാലം നീണ്ടുനിന്ന ഉത്സവാഘോഷത്തിന് സമാപനമായത്. 20,000-ലെ പേർ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. 2 ആഴ്ചക്കാലമായി നടന്നുവന്ന പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽക്കേ വൈവിധ്യങ്ങളായ ക്ഷേത്ര ചടങ്ങുകളും നടന്നിരുന്നു. 3 മാസക്കാലമായി നിരന്തരമായി ഉദ്യമം വിജയിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ ഒരുക്കത്തിൽ ഏകദേശം 10-200ഓളം സംഘാടക സമിതി അംഗങ്ങളുടെ ഒരു വലിയ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള രീതിയിൽ കൂടി ഇതിൻ്റെ പ്രവർത്തനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എന്നുള്ള വളരെ സന്തോഷവാനാണ്. ഉച്ചയോടെ നടന്ന പ്രസാദ കൂട്ടിൽ 20,000-ലധികം പേർ പങ്കെടുത്തു. കഴിഞ്ഞ 4 വർഷമായി പാചക വിദഗ്ധൻ കൊടക്കാട്ടെ ചേനപ്രമഠം നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 15ഓളം വിദഗ്ധരായ ബ്രാഹ്മണന്മാരാണ് സദ്യ ഒരുക്കിയത്. കാളൻ, കൂട്ടുകറി, പച്ചടി, അച്ചാർ, രസം, പാൽപ്പായസം എന്നിവയടങ്ങിയ വിഭവസമൃദ്ധമായ പ്രസാദ കൂട്ടാണ് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത്. ഇത്തവണ ഉച്ചയ്ക്ക് നടന്നു വന്ന അന്നദാനത്തിൻ്റെ സമാപനം കൂടിയായിരുന്നു ചൊവ്വാഴ്ച നടന്ന പ്രസാദ ഊട്ട്. 2 ആഴ്ചക്കാലമായി നടന്നു വന്ന ആരാധനാ മഹോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രകലകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കിയിരുന്നു. COA പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം തൃക്കരിപ്പൂർ തങ്കയത്ത് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം M. ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. COA മേഖലാ പ്രസിഡന്റ് KV രാജൻ പതാകയുയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന യോഗത്തിൽ KV രാജൻ അധ്യക്ഷത വഹിച്ചു. ഈ രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്റർനെറ്റ് ബിസിനസ്സുമായും അതേപോലെ തന്നെ ബ്രോഡ്ബാൻഡ് ബിസിനസ്സുമായും കേബിൾ ഓപ്പറേറ്റർമാർ സുസജ്ജരായിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ കേബിൾ TV ബിസിനസ്സിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മുഴുവൻ കേബിൾ TV ഓപ്പറേറ്റർമാരും ഇന്റർനെറ്റ് ബിസിനസ്സിൽ വ്യാപൃതരാകേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ണൂർ ജില്ലയിൽ ഇന്റർനെറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓപ്പറേറ്റർമാരെല്ലാം ഇന്റർനെറ്റ് നൽകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. M. രജീഷ് ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു.
സംസ്ഥാന പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി എം വി ദീപു, എ വി ശശികുമാർ, നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ എൻ പുരുഷോത്തമൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ചന്ദേര സബ് ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാർ ഉപഹാര വിതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായി വ്യാജ വാർത്തകൾ വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസം പള്ളിക്കരയിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ച് പിടികൂടിയവർ നിരപരാധികൾ. ഇവർ കർട്ടൻ വിൽപ്പന നടത്തുന്നവരെന്ന് പോലീസ്. വെളുത്ത ഒമ്നി വാനിലാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് എന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഇവർ അക്രമത്തിന് ഇരയായത്. ഏറെ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം പുതിയങ്ങാടിയിൽ അരങ്ങേറിയത്. പള്ളിക്കരയിൽ ഓമ്നി വാനിൽ കർട്ടൻ വിൽപ്പനയ്ക്കെത്തിയ സംഘത്തെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരാണെന്ന് ആരോപിച്ച് കുറേ പേർ ചേർന്ന പുതിയങ്ങാടിയിലേക്ക് കൊണ്ടുപോയി. പുതിയങ്ങാടിയിലെ ഒരു ക്വാർട്ടേഴ്സിൽ പൂട്ടിയിട്ട് ഇവരെ ഒരു സംഘം ചെറുപ്പക്കാർ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു. വാർത്ത വരുന്നതോടെ വൻ ജനാവലി പുതിയങ്ങാടിയിലും പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിസരത്തും തടിച്ചുകൂടി. പോലീസിന് പോലും വിട്ടുകൊടുക്കാതെയാണ് ഒരു സംഘം കർട്ടൻ വിൽപ്പനക്കാരെ ചോദ്യം ചെയ്തത്. ചിലർ മർദ്ദിച്ചതായും ഇവർ പോലീസിനോട് പറഞ്ഞു. ഇവരുടെ വാഹനം രോഷാകുലരായ നാട്ടുകാർ അടിച്ചു തകർത്തു. മണിക്കൂറുകൾക്ക് ശേഷം ഏറെ പണിപ്പെട്ട് പോലീസിന്റെ കയ്യിൽ കിട്ടിയ ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ കഴിഞ്ഞ 5 വർഷക്കാലമായി മുളകൊണ്ടും മറ്റുമുള്ള കർട്ടൻ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്നവരാണെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും വാർത്ത സോഷ്യൽ മീഡിയ വഴി കടൽ കടന്നിരുന്നു. ഇപ്പോൾ വ്യാജ വാർത്ത പരക്കുകയാണ്. ഉപജീവനത്തിനായി ഈ നാട്ടിലെത്തിയവർ പരാതി നൽകാത്തതിനാൽ ഇതിന്റെ പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല. ശരിയായി പറഞ്ഞാൽ പുതിയങ്ങാടിയിൽ നടന്നത് സദാചാര ഗുണ്ടാ വിളയാട്ടമല്ലേ? വ്യാജവാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കേണ്ടേ? ജനം ചോദിക്കുന്നു. എന്നാൽ കൂടുതൽ അന്വേഷണം നടത്താതെ തടിയൂരാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അവരുടെ പ്രധാന ജോലി ഹെൽമറ്റ് ഇല്ലാത്തവരെ പിടികൂടുക മാത്രമാണല്ലോ. പുതിയങ്ങാടി പ്രശ്നം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കടന്നപ്പള്ളി പാടിയിൽ പ്രദേശത്ത് കാട്ടുപോത്തിന്റെ അക്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും കൃഷിയിടങ്ങളിൽ വ്യാപക നാശം വിതച്ചിരുന്നു. റബ്ബർ തൈകളും നെൽകൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. കർഷകർ ആശങ്കയിൽ. കടന്നപ്പള്ളി പാടിയിൽ പ്രദേശത്ത് കാട്ടുപോത്തിന്റെ അക്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷിയിടങ്ങൾക്ക് നേരെ വ്യാപക അക്രമം നടന്നതായി കർഷകർ പറയുന്നു. റബ്ബർ തൈകൾ കൂട്ടത്തോടെ നശിപ്പിച്ചിരിക്കുകയാണ്. സമീപത്തെ വയലിലെ കൃഷികളും നശിപ്പിച്ച നിലയിലാണ്. പ്രദേശത്ത് ഭീതിയോടെയാണ് ജനങ്ങൾ കഴിയുന്നത്. അപ്പോൾ കർഷകരും നാട്ടുകാരും ഒക്കെ ഇവിടെ പരിഭ്രാന്തിയിലാണ്. ഏത് സമയത്താണ് ഇത് മനുഷ്യരെ ആക്രമിക്കുക എന്ന രീതി ഏത് സമയത്ത് അത് അവലംബിക്കുമെന്നറിയില്ല. ഏകദേശം ഒരു വലിയൊരു ഓട്ടോറിക്ഷകളും വരുന്ന വലിപ്പമുള്ള ഒരു കാട്ടുപോത്താണ് എന്നാണ് പറഞ്ഞു കേട്ടത്. ഇത് ഇവിടുത്തെ കുറച്ച് കർഷകർ മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. രാത്രി ഒരു 9 മണിക്ക് ശേഷമാണ് ഇത് കൃഷിയിടത്തിലേക്ക് വരികയും ഞാറ് ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത്. അതിലുപരിയായിട്ട് കാട്ടുപന്നിയുടെ ശല്യവും രൂക്ഷമാണ്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ ഏറെ ഭീതിയോടെയാണ് ജോലിക്ക് വരുന്നത്. നെൽകൃഷി തിന്നു നശിപ്പിക്കുന്നതായും കർഷകർ പറയുന്നു. പ്രശ്നം സംബന്ധിച്ച് സ്ഥലം MLA, പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും യാതൊരു പരിഹാരവും കണ്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കരിവള്ളൂർ സമരത്തിന് 70 വയസ്സ്. വാർഷികാഘോഷം ഡിസംബർ 1 മുതൽ 20 വരെ വിപുലമായ പരിപാടികളോടെ നടക്കും. വാർഷികാചരണത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 1-ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. ഭൂമിക്കും ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടമാണ് 1946 ഡിസംബർ 20-ന് കരിവള്ളൂരിൽ നടന്നത്. ഇപ്പോൾ ആ ചരിത്ര സമരത്തിന് 70 വർഷം കഴിഞ്ഞിരിക്കുന്നു. കരിവള്ളൂർ സമരത്തിൻ്റെ 70-ാം വാർഷികം വിപുലമായ പരിപാടികളോടെ നടക്കും. ഡിസംബർ 1 മുതൽ ഡിസംബർ 20 വരെ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘാടകർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഡിസംബർ 1 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് കുണിയൻ സമരഭൂമിയിൽ വെച്ച് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർഷികാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പന്ന്യൻ രവീന്ദ്രൻ, P. ജയരാജൻ, TI മധുസൂദനൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും. ഡിസംബർ 1-ന് രാവിലെ എല്ലാ കേന്ദ്രങ്ങളിലും ബ്രാഞ്ചുകളിലും പതാക ദിനം ആചരിക്കും. ഡിസംബർ 3-ന് കർഷക തൊഴിലാളി സമ്മേളനം പ്രാന്തൻചാലിലും ഫുട്ബോൾ ടൂർണമെൻറ്റ് കൂക്കാനം GUPS ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിലും. ഡിസംബർ 4 ഞായറാഴ്ച DYFI കരിവള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്തരമേഖലാ കബഡി ടൂർണമെൻറ്റ്. ഡിസംബർ 6 ചൊവ്വാഴ്ച യുവജന സമ്മേളനം. ഡിസംബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 10 ശനിയാഴ്ച ഓണക്കുന്നിൽ കമ്പോലി മത്സരം. SFI ബാലസംഘം സമ്മേളനം. ഡിസംബർ 11 ഞായറാഴ്ച കർഷക സമ്മേളനം. ഡിസംബർ 12 തിങ്കളാഴ്ച മഹിളാ സമ്മേളനം. ഡിസംബർ 14 ബുധനാഴ്ച ട്രേഡ് യൂണിയൻ സമ്മേളനം. ഡിസംബർ 18 ഞായറാഴ്ച പതാക റിലേ എന്നിവയും നടക്കും. മുനിയംകുന്ന് രക്തസാക്ഷി നഗറിൽ നിന്ന് പതാക ജാഥ വൈകുന്നേരം 5 മണിക്ക് കരിവള്ളൂർ രക്തസാക്ഷി നഗറിലെത്തും. തുടർന്ന് 5:30-ന് പതാക ഉയർത്തും. ഡിസംബർ 20-ന് ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് കുണിയൻ സമരഭൂമിയിൽ നിന്ന് കരിവള്ളൂർ രക്തസാക്ഷി നഗറിലേക്ക് റെഡ് വാളണ്ടിയർ മാർച്ച് നടക്കും. ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് നടക്കുന്ന പൊതുപ്രകടനത്തിന് ശേഷം രക്തസാക്ഷി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും.
തുടർന്ന് കണ്ണൂർ സംഘചേതനയുടെ നാടകം അടിയത്തമ്പ്രാട്ടിയും അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ടി എ മധുസൂദനൻ, കെ പി മധു, എം സതീശൻ, എം പി അപ്പുക്കുട്ടൻ, ഇ പി കരുണാകരൻ, കെ നാരായണൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവം പരിയാരത്ത് തുടങ്ങി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നവംബർ 25 മുതൽ 30 വരെ KKNPM GVHSS പരിയാരത്താണ് തളിപ്പറമ്പ് നോർത്ത് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് നിർവഹിച്ചു. ഹർത്താൽ ദിനത്തിൽ മാറ്റിവെച്ച മത്സര പരിപാടികളാണ് ചൊവ്വാഴ്ച വേദിയിൽ അരങ്ങേറിയത്. കലോത്സവത്തിലെ ആകർഷക ഇനങ്ങളായ കേരള നടനം, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഗാനമത്സരത്തിലെ ശ്രദ്ധേയനങ്ങളായ കഥകളി സംഗീതം, അഷ്ടപതി, സംഘഗാനം, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം തുടങ്ങിയ ഇനങ്ങളും തിങ്കളാഴ്ച വേദിയെ സമ്പന്നമാക്കി. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചൂളക്കടവ് പാലം നിർമ്മാണത്തിന് മുന്നോടിയായുള്ള രൂപരേഖ നടപടി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ചു. ചൂളക്കടവ് പാലത്തിന് 10 വർഷം മുമ്പാണ് തറക്കല്ലിട്ടത്. റോഡ് നിർമ്മാണത്തിനായി സ്ഥലം കിട്ടാത്തതാണ് പാലത്തിന്റെ നടപടികൾ അനന്തമായി നീളാൻ കാരണമായത്. ഇരുഭാഗത്തെയും റോഡുകൾ ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കുക എന്നതാണ് ഇതിന് പരിഹാരമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പുതിയ ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡിസൈൻ തയ്യാറാക്കുന്നതിനായാണ് കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം സ്ഥലത്തെത്തിയത്. ഡിസൈൻ തയ്യാറാക്കുന്നതോടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി സാങ്കേതിക അനുമതിയും നേടി എളുപ്പത്തിൽ പാലത്തിന്റെ നിർമ്മാണം നടത്താനാണ് തീരുമാനം. MLA കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA തന്ന ഒരു വാഗ്ദാനം എന്ന് വെച്ചാൽ നമ്മളെ വടക്കുംപാട് വന്നിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ചൂളക്കടവ് പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് ശ്രീകൃഷ്ണൻ MLA ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം അത് സംസ്ഥാന ബജറ്റിൽ അതിന് തുക വകയിരുത്തി എന്നുള്ള അറിയിപ്പാണ് കിട്ടിയത്. അതിനുശേഷം 1-2 പ്രാവശ്യം ഇതിൻ്റെയായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറെല്ലാം വന്നിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയിരുന്നു. വന്നിരുന്നാലും ഇപ്പം ഭരണം വന്നിട്ട് ഇപ്പോൾ 6 മാസം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഇനിയില്ല. ഇല്ലെങ്കിൽ MLAയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ച് ഈ പാലം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരൻ എന്ന രീതിയിൽ നമുക്ക് ആവശ്യപ്പെടാം. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ചൂളക്കടവ് നിവാസികൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി പയ്യന്നൂരിലെത്തേണ്ട ഗതികേടിൽ നിന്നും മോചനമാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവള്ളൂർ സമരസേനാനി പാവൂർ കുഞ്ഞിരാമനെ അനുസ്മരിച്ചു. ചീറ്റയിൽ നടന്ന അനുസ്മരണ യോഗം CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. നിശ്ചയമായും സഖാവ് കുഞ്ഞിരാമന്റെ ഓർമ്മകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോഴും ഏറ്റവും സജീവമായി അതിൻ്റെ എല്ലാ ഓജസ്സോടും കൂടി നിൽക്കുകയും അതിന് അതേ അർത്ഥത്തിൽ തന്നെ സംഘടനാപരമായി നേതൃത്വം നൽകി നയിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവള്ളൂർ സമരസേനാനിയുമായിരുന്ന പാവൂർ കുഞ്ഞിരാമന്റെ 5ാം ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. രാവിലെ ചീറ്റയിലെ സ്മൃതി മണ്ഡപത്തിൽ KP ദാമോദരൻ പതാക ഉയർത്തി. വൈകിട്ട് പെരളം സെൻട്രൽ കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. തുടർന്ന് ചീറ്റയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ T ഗോപാലൻ അധ്യക്ഷനായി. C ബാലകൃഷ്ണൻ, TA മധുസൂദനൻ, M രാഘവൻ, K മധു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി ബ്ലോക്ക് സമ്മേളനം പഴയങ്ങാടി കാനറ ബാങ്കിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ അഭിവൃദ്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല, എല്ലാം പിണറായി കേന്ദ്രീകരിക്കുന്ന, പിണറായി തീരുമാനമെടുക്കുന്നത് അവരുടെ ആജ്ഞാനുവർത്തികളായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം മന്ത്രിമാരെയാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. പാപം VP ജയരാജനും അങ്ങനെയായിരുന്നു. പക്ഷെ ജയരാജൻ്റെതായിട്ടുള്ള ചില സംഭവ വികാസങ്ങളോടുകൂടി വളരെ പെട്ടെന്ന് മന്ത്രിസഭയിൽ രണ്ടാമൻ രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ജയരാജൻ മന്ത്രിയാകുമ്പോൾ എത്ര മാസം എന്ന് പലരും ചോദിച്ചിരുന്നു. പൂർണ്ണ പെൻഷൻ ലഭിക്കുന്നതിന് 25 വർഷമായി നിജപ്പെടുത്തുക, സൗജന്യ ചികിത്സാ പദ്ധതി ഉടൻ നടപ്പിലാക്കുക, അധിക പ്രായമുള്ളവർക്ക് അധികം പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിച്ചു. KPCC നിർവാഹക സമിതി അംഗം MB ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KSSPA കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് P അബ്ദുൽ ഖാദർ സ്വാഗതം ആശംസിച്ചു. കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. P അബൂബക്കർ, KV രാമചന്ദ്രൻ, PP കരുണാകരൻ, സുധീർ വെങ്ങര, T കരുണാകരൻ, മണികണ്ഠൻ V തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KSSPA കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്തുള്ള മമ്പലം റോഡിൽ അനധികൃത വാഹന പാർക്കിംഗ് പതിവാകുന്നു. പ്രശ്നം പരിസരവാസികൾക്കുൾപ്പെടെ ദുരിതമാകുന്നതായി പരാതി. റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവരുടെ ഇരുചക്രവാഹനങ്ങൾ റോഡിനിരുവശങ്ങളിലായി യാതൊരു നിയന്ത്രണവുമില്ലാതെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാരണം കാൽനട യാത്രികർക്കും പരിസരവാസികൾക്കും ദുരിതമായി തീർന്നിരിക്കുകയാണ്. റോഡിൽ തലങ്ങും വിലങ്ങുമായി 1 കിലോമീറ്ററോളം ദൂരത്തായി പാർക്ക് ചെയ്തിരിക്കുകയാണ്. സമീപത്തെ വീടുകളുടെ മുന്നിലും വഴിയിലും കടകളുടെ മുന്നിലും നിർത്തിയിട്ട നിലയിലാണ്. ഇരുചക്രവാഹനങ്ങളാണ് കൂടുതലുള്ളത്. പാർക്കിംഗ് സംബന്ധിച്ച് തർക്കങ്ങളും വാക്കേറ്റങ്ങളും ഇവിടെ പതിവാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. പരിസരവാസികൾക്കുള്ള വഴിയിൽ എല്ലാം ഫുള്ള് വണ്ടി വെക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വാഹനം കൊണ്ടുപോകാനോ നടന്നിട്ട് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഞങ്ങളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. വണ്ടി എടുക്കുന്നതിന് വെക്കുന്നത്, പിന്നെ ഒരാൾ യാത്രക്കാർ വണ്ടി വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴേക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമ്പോൾ മറ്റുള്ളവർ വെക്കും. പിന്നെ ഇവിടെ റോട്ടിൽ വെച്ച് വണ്ടി വരുന്ന സമയത്ത് റോട്ടിൽ വെച്ച് പായും. അപ്പോൾ അത് മറ്റുള്ള വണ്ടിക്കാർക്കും വരുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. കൂടാതെ രോഗികളായ യാത്രക്കാരെ വാഹനങ്ങളിൽ കൊണ്ടുവരുന്നതിനും പാർക്കിംഗ് തടസ്സമാകുന്നുണ്ട്. റെയിൽവേയും നഗരസഭയും ചേർന്ന് പാർക്കിങ്ങിനായി സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പരിയാരം സ്കൂളിനു സമീപം വീണ്ടും വാഹനാപകടം. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സ്കൂൾ ബസ്സും മെയിൻ ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. പരിയാരം സ്കൂളിൽ തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് ഈ റോഡിൽ ഉണ്ടായിരുന്നത്. തളിപ്പറമ്പ് പുഷ്പഗിരി സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളെ ഇറക്കി സൈഡിലൂടെ വരികയായിരുന്ന സ്കൂൾ ബസ്സിന് പിറകിൽ നിന്ന് അമിതവേഗതയിൽ വന്ന മെയിൻ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ലോറി ടെലിഫോൺ പോസ്റ്റിലിടിച്ച് സമീപത്തെ മതിലിലിടിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ലോറിയും ലോറി ഡ്രൈവറെയും പരിയാരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, ലാത്ര. ജലത്തിന്റെ കലവറകളായിരുന്ന പാടശേഖരങ്ങളിലെ കുളങ്ങൾ നശിക്കുന്നു. വരൾച്ച ഉണ്ടായാൽ തന്നെ ഇത്തരം കുളങ്ങൾ കൃഷിയെ നിലനിർത്തുമെന്ന സത്യം ആരും കാണാതെ പോവുകയാണ്. നെൽകൃഷിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത് പാടശേഖരങ്ങളിലെ കുളങ്ങളായിരുന്നു. ഇത്തരം കുളങ്ങളെ തലക്കുളം, ഇടംകുളം, അടിക്കുളം എന്നിങ്ങനെ തരംതിരിച്ചാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിലുള്ള കുളങ്ങൾ എല്ലാ പാടശേഖരങ്ങളിലും കാണാം. ഒരാഴ്ചത്തെ നെൽകൃഷിക്ക് വേണ്ട വെള്ളം സംഭരിച്ചു വെക്കുന്നത് ഇത്തരം കുളങ്ങളായിരുന്നു. ഇന്ന് ഇവയൊക്കെ നാശത്തിന്റെ വക്കിലാണ്. വെള്ളം കിഴക്കേച്ചാൽ പാടശേഖരത്തും ഇത്തരത്തിലൊരു കുളം കാണാം. ഏത് വരൾച്ച വന്നാലും ഈ കുളത്തിലെ വെള്ളം ഉപയോഗിച്ച് കൃഷി നശിക്കാതെ വളർത്താം. ഇത് നവീകരിച്ചാൽ മാത്രം മതി. ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് മണ്ണും ചെളിയും നിറഞ്ഞ് കാടുമൂടി കിടക്കുകയാണ് ഈ കുളം. കൃഷിഭൂമിയിൽ പതിക്കുന്നതും ഒഴുകിയെത്തുന്നതുമായ ജലം സംഭരിക്കുന്നത് ഇത്തരം കുളങ്ങളായിരുന്നു. അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്ക് തിരിയണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. CITU പ്രവർത്തകൻ PV സുരേന്ദ്രൻ രക്തസാക്ഷി അനുസ്മരണ ദിനാചരണം മുതിയലത്ത് നടന്നു. അനുസ്മരണ പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PV സുരേന്ദ്രൻ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് പരവന്തട്ടിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുതിയലം ചുറ്റി പൊതുയോഗ സ്ഥലത്ത് അവസാനിച്ചു. പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. RSSനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഹിന്ദു സംഘടനയാണ് എന്ന് പ്രചരിപ്പിക്കാൻ പലരും പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ RSS ഒരു ഹിന്ദു സംഘടനയല്ല. RSS ഒരു ഭീകര സംഘടനയാണ്. നിങ്ങൾക്കറിയാം, ഇസ്ലാം ലോകത്ത് ഇന്ന് ചില ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ KP മധു അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, പാവൂർ നാരായണൻ, KV ലളിത, K കൃഷ്ണൻ, AV കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. PV വിജയൻ സ്വാഗതം പറഞ്ഞു. കൊറം യുവധാര കൾച്ചറൽ ഫോറത്തിന്റെ ഡ്രാമ ഫെസ്റ്റ് ഡിസംബർ 1 മുതൽ 6 വരെ നടക്കും. മൂക്കുത്തോടം LP സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിലാണ് നാടകം അരങ്ങേറുന്നത്. ഡിസംബർ 1 മുതൽ 6 വരെ ഉള്ള തീയതികളിലാണ് യുവധാര ഡ്രാമ ഫെസ്റ്റ് 2016 നടക്കുന്നത്. കോറോ മുക്കുത്തടം LP സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും 7 മണി മുതൽ നാടകങ്ങൾ അരങ്ങേറും. ഡിസംബർ 1 സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത ശ്രീനന്ദന തിരുവനന്തപുരത്തിൻ്റെ കടലുകൾ കടന്ന്, ഡിസംബർ 2 വത്സൻ നിസ്രി സംവിധാനം ചെയ്ത കൊല്ലം അനശ്വരയുടെ ഒരു പകൽ ദൂരം, ഡിസംബർ 3 രാജീവൻ മമ്മിളി സംവിധാനം ചെയ്ത ഓച്ചിറ സരികയുടെ ഭ്രമണം, ഡിസംബർ 4 വത്സൻ നിസ്രി സംവിധാനം ചെയ്ത അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ നാടകമേ ഉലകം,
ഡിസംബർ 5-ന് മനോജ് നാരായണൻ സംവിധാനം ചെയ്ത കോഴിക്കോട് രംഗഭാഷയുടെ കുടുംബനാഥൻ്റെ ശ്രദ്ധയ്ക്ക് എന്ന നാടകങ്ങളാണ് അരങ്ങേറുക. ഡിസംബർ 6-ന് സമാപന ദിവസം പയ്യന്നൂർ SS ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. പരിപാടി പാസ് മൂലം നിയന്ത്രിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. KP മധു, MK അജേഷ്, AV കുഞ്ഞിക്കണ്ണൻ, AP രതീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊയോങ്കര പാടശേഖര സമിതിയുടെയും തൃക്കരിപ്പൂർ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകർക്ക് ക്ലാസ് സംഘടിപ്പിച്ചു. ഫാർമർ ഫീൽഡ് സ്കൂൾ എന്ന പേരിൽ നടന്ന ക്ലാസ് P. തമ്പാൻ നായർ ഉദ്ഘാടനം ചെയ്തു. വാമിൽ അടങ്ങിയിട്ടുള്ള ഈ സാധനം മണ്ണിൽ ചെടികളുടെ വേരിന്റെ വളരെ പുഷ്ടിയായ വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ് അത്. ഫാർമർ ഫീൽഡ് സ്കൂൾ എന്ന പേരിൽ കൊയോങ്കര പാടശേഖര സമിതിയുടെയും തൃക്കരിപ്പൂർ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷകർക്കായി നടത്തിയ ക്ലാസ്സിൽ വാർഡ് മെമ്പർ PV ലിജി അധ്യക്ഷത വഹിച്ചു. പാടശേഖര സമിതി സെക്രട്ടറി T. ധനഞ്ജയൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. VV നാരായണൻ ക്ലാസ് എടുത്തു. അരവിന്ദൻ കൊട്ടാരത്തിൽ പദ്ധതി വിശദീകരിച്ചു. T. അജിത, രാജീവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ആദരമൊരുക്കി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാർഷിക വിരുന്ന് അഗ്രിഫിയസ്റ്റയെക്കുറിച്ചുള്ള വാർത്തകൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ആദരം. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അഗ്രാഫിയസ്റ്റ വമ്പിച്ച വിജയമാക്കി തീർത്തതിനാണ് മാധ്യമപ്രവർത്തകർക്ക് പിലിക്കോട് കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആദരമൊരുക്കിയത്. ആദര സമ്മേളനത്തിന്റെ ഭാഗമായി ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ B. ജയപ്രകാശ് നായിക്കിനുള്ള യാത്രയപ്പം നടന്നു. പല നമ്മുടെ ഇതുണ്ടായിരുന്നു, പ്രോഗ്രാം ഇതുണ്ടായിരുന്നു, എക്സിബിഷൻ ഉണ്ടായിരുന്നു, ഫാം ഷോ ഉണ്ടായിരുന്നു, അതേപോലെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, സെമിനാർസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് കയറി ഇറങ്ങുന്ന ഒരു എക്സിബിഷനും അതേപോലെ സെമിനാറൊക്കെ നടത്തുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കി ജനജീവിതം ദുരിതത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനം ഗാന്ധി പാർക്കിൽ സമാപിച്ചു. യോഗത്തിൽ PP ഭാസ്കരൻ മാസ്റ്റർ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, PV കരുണാകരൻ, അച്യുതൻ പുത്തലത്ത്, K കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. 86% നോട്ടുകൾ റദ്ദാക്കി അല്ലെങ്കിൽ അസാധുവാക്കി. അങ്ങനെ റദ്ദാക്കിയ നോട്ടുകൾ എന്ന് പറയുന്നത് 14.2 ലക്ഷം കോടി നോട്ടുകൾ വരും. രൂപയുടെ നോട്ടുകൾ വരും. പുത്തൂർ 4 സെന്റ് കോളനിക്ക് സമീപം മാലിന്യം തള്ളി നിലയിൽ. ഈ സ്ഥലത്ത് ഇപ്പോൾ മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ഇത്തരം പ്രവൃത്തികൾ തടയാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് പുത്തൂർ 4 സെന്റ് കോളനിക്ക് സമീപം മാലിന്യം തള്ളിയത്. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളോടൊപ്പം ഗ്ലാസുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ടിട്ടിരിക്കുന്നതായി കാണാം. രാത്രി 11 മണിവരെ ഈ ഭാഗത്ത് ആളുകൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ദൂരദേശത്ത് നിന്നാവണം മാലിന്യം കൊണ്ടുവന്നതെന്നും ഇവർ പറയുന്നു. നമ്മളെ ഈ വീട്ടിൻ്റെ ഇവിടെ രണ്ട് ദിവസമായി ഇത് വേസ്റ്റ് കൊണ്ടിട്ടിട്ട് 2 ചാക്കിലായിട്ടാണ്. കല്യാണത്തിൻ്റെ എന്തോ ഇതാണെന്ന് തോന്നുന്നത്. ഇത് വേസ്റ്റ് കാല കാക്കെല്ലാം കുത്തി വലിച്ച് ഇപ്പോൾ ആടെ ഇവിടെയൊക്കെ 2 മണ്ണ് കൂട്ടിയതിൻ്റെ ഒരു ഇതുണ്ടായിന്. വേസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ടുവരും. നമ്മളെ ഈ മൂലൊക്കെ കൊണ്ടിടുന്നു എല്ലാവരും. ഏതായാലും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാമന്തളി ഗ്രാമപഞ്ചായത്തിൽ നടന്നുവന്ന കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. വത്സലയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരത്തി ദാമോദരനും ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. കൊയോങ്കര മലയാള കലാവേദിയുടെ 20ാം വാർഷികം പ്രമാണിച്ച് ഡിസംബർ 1 മുതൽ 5 വരെ ബഹുജന പങ്കാളിത്തത്തോടെ പ്രൊഫഷണൽ നാടക മത്സരം സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. പ്രൊഫഷണൽ നാടക മത്സരത്തോടനുബന്ധിച്ച് വിവിധ കലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരെ ആദരിക്കുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച യുവപ്രതിഭകൾക്ക് അനുമോദനം നൽകുകയും ചെയ്യും. നാടകോത്സവത്തിൽ ജനപ്രിയ നാടകം തിരഞ്ഞെടുത്ത് സജിത് പണിക്കരുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ ഉപഹാരം നൽകും. പരിപാടിയുടെ പ്രചരണാർത്ഥം നവംബർ 30 വൈകിട്ട് 5 മണിക്ക് തൃക്കരിപ്പൂർ തങ്കയം കേന്ദ്രീകരിച്ച് ബൈക്ക് റാലി സംഘടിപ്പിക്കും. ഡിസംബർ 1 കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AJC ബഷീർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ C. പ്രഭാകരൻ അധ്യക്ഷത വഹിക്കും. സിനിമ സീരിയൽ താരം ഇല്ലിക്കെട്ട് നമ്പൂതിരി മുഖ്യാതിഥിയാകും. രാത്രി 7 മണിക്ക് വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന നാടകം സൈലൻസ് അരങ്ങേറും.
ഡിസംബർ 2 നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ സിനിമാ സംവിധായകൻ MD അന്നൂർ മുഖ്യാതിഥിയാകും. രാത്രി 7 മണിക്ക് ഓച്ചിറ സരിക അവതരിപ്പിക്കുന്ന ഭ്രമണം നാടകം അരങ്ങേറും. ഡിസംബർ 3 നടക്കുന്ന അനുമോദന സമ്മേളനത്തിൽ നാടകപ്രവർത്തകൻ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരം ശ്രീനന്ദനിയുടെ കടലുകൾ കടന്ന് നാടകം അരങ്ങേറും. ഡിസംബർ 4 നടക്കുന്ന ആദരിക്കൽ ചടങ്ങിൽ ഫോക്ലോർ മുൻ സെക്രട്ടറി A. പ്രദീപ് കുമാർ മുഖ്യാതിഥിയാകും. വടകര വരദയുടെ കച്ച നാടകം അരങ്ങേറും. ഡിസംബർ 6 നടക്കുന്ന സമാപന സമ്മേളനം MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 7 മണിക്ക് ഭാരത് കമ്മ്യൂണിക്കേഷന്റെ നിങ്ങൾ നിരീക്ഷണത്തിലാണ് നാടകം അരങ്ങേറുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. MB ഹരീഷ്, C. പ്രഭാകരൻ, T. ബാലൻ, PK വേണു, C. രാഘവൻ, M. സുരേഷ് തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാടായി ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ഏരിയം വിദ്യാമിത്രം UP സ്കൂൾ ആഹ്ലാദ പ്രകടനം നടത്തി. UP വിഭാഗത്തിൽ 76 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും LP വിഭാഗത്തിൽ 39 പോയിന്റോടെ റണ്ണേഴ്സപ്പും UP വിഭാഗം സംസ്കൃതോത്സവത്തിൽ 72 പോയിന്റുമായി 4ാം സ്ഥാനവും നേടി മികച്ച വിജയമാണ് സ്കൂൾ കരസ്ഥമാക്കിയത്. ഭൗതിക അക്കാദമിക് രംഗത്ത് മികച്ച പ്രവർത്തനമാണ് 60 വർഷം പൂർത്തിയാക്കുന്ന സ്കൂൾ കരസ്ഥമാക്കുന്നത്. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പാണപ്പുഴയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ PTയുടെ നേതൃത്വത്തിൽ വിജയികളെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്നുവന്ന സ്പോർട്സ് ഇനങ്ങൾ സമാപിച്ചു. ആർട്സ് ഇനങ്ങൾ ഡിസംബർ 1 തൃക്കരിപ്പൂർ KMK ഹാളിൽ നടക്കും. കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരം നടന്നത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത നടക്കാവിലെ ആധുനിക സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഒരു പ്രൊഫഷണൽ മത്സരത്തിന്റെ പ്രൗഢിയോടെ നടന്ന ഇലവൻസിൽ തിങ്കളാഴ്ച വൈകുന്നേരം 2 മത്സരങ്ങൾ നടന്നു. അൽഹുദ ബീരിച്ചേരിയും ജോക്കി ബ്രദേഴ്സ് നടക്കാവും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ജോക്കി ബ്രദേഴ്സ് നടക്കാവ് വിജയിച്ചു. തുടർന്ന് സുഭാഷ് എടാട്ടൊമ്മലും അൽഹുദ കണ്ണങ്കയും തമ്മിൽ ഏറ്റുമുട്ടി. 1 ഗോളിന് അൽഹുദ കണ്ണങ്കൈ ജയിച്ചതോടെ ഫൈനൽ മത്സരം ജോക്കി ബ്രദേഴ്സ് നടക്കാവും അൽഹുദ കണ്ണങ്കയും തമ്മിലായി. തിങ്കളാഴ്ച രാവിലെ തലിച്ചാലത്ത് വെച്ച് നടന്ന ഷട്ടിൽ ടൂർണമെന്റിൽ അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തലിച്ചാലം വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി മാറ്റുലി കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. ക്യാഷ്ലെസ് ഇക്കോണമി എന്ന ആശയവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 37% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള ഇന്ത്യയെപ്പോലെയുള്ളൊരു രാജ്യത്ത് ഇത് പ്രായോഗികമാകുമോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. ഇത് നല്ല കാര്യം, നല്ല കാര്യം തന്നെ. ചിലത് മോശം കാര്യമായിട്ട് വരുന്നു. ചെയ്യുന്ന കാര്യം ഇപ്പം കാശിൻ്റെ കാര്യം പറഞ്ഞ് അതിപ്പോൾ നമ്മളെ പുറത്തിറക്കുന്ന വിഷമമായി. ഇപ്പോൾ പൈസ പണിയില്ലാതായി അവസ്ഥയായി. ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ, പക്ഷെ എന്നാലും മോശത്തിലേക്ക് തന്നെ കാണുന്നത്. നമുക്കൊന്നും താല്പര്യമില്ല, അതിൽ ഒരിക്കലും താല്പര്യം കാണുന്നില്ല. അപ്പോൾ ക്യാഷ്ലെസ് ഇക്കോണമി എന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ഘട്ടം ഘട്ടമായി അത് നടപ്പിലാക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് തോന്നുന്നത്. ഒരു പരിധിവരെ ഈ നാട്ടിലെ കള്ളനോട്ടടിയും അതുപോലെ തന്നെ ഈ പണത്തിനെ കൊണ്ടുള്ള ദുരുപയോഗവും മറ്റു പ്രശ്നങ്ങളും അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പും മറ്റു പരിപാടികളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ ഒരു പരിധിവരെയെങ്കിലും ഈ സംഗതി നടക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഒരുപാട് പ്രായോഗിക വശങ്ങൾ കുറേ കാലമായി ആലോചിച്ചതിന് ശേഷം മാത്രം അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രായോഗികമായ കാര്യം. അല്ലാതെ വെറുതെ ധൃതി പിടിച്ച് നടപ്പിലാക്കുകയല്ല, മറിച്ച് അത് ജനങ്ങളെ ശരിയായ രീതിയിൽ ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ അവരുടെ സമ്പത്ത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തത ജനങ്ങൾക്ക് നൽകുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തതിന് ശേഷം പരിപാടികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ശരി. നടപ്പിലാക്കുന്ന ഈ ഡിജിറ്റൽ സംവിധാനം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഫലവത്താകാൻ പോകുന്നതല്ല. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനം ഇന്നും ഫലവത്തായി വരുന്ന ഒരു സമയമാണത്രേ. അത് കൂടുതലായി സാധാരണക്കാരിലെത്താൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ ഇത് ഫലവത്തായി ഒന്നും തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക വിചക്ഷണന്മാരോടും മറ്റും അന്വേഷിച്ചിട്ട് പൊതുജനങ്ങളെ ഉപകാരപ്രദമായ രീതിയിൽ അത് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ്. അല്ലെങ്കിൽ തന്നെ ഈ ATMക്കാർക്ക് കരാർ കക്ഷികൾക്ക് കൊടുത്ത കണക്ക് പിന്നെ കോടിക്കണക്കിന് രൂപ പിന്നെ വൻകിട കോപ്പറേറ്റീവുകളുടെ കൈമേലേക്ക് പോകും. ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാത്തരത്തിലുള്ള കാലം അതൊരു ബൂർഷകളെ വളർത്താനുള്ള ഒരു ഇതായിട്ട് വളരുള്ളൂ.
മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. അറിയിപ്പോൾ അമ്മമഴ എന്ന കവിതാരചനയിലൂടെ വിവിധ സംഘടനകളുടെ അനുമോദനം ലഭിച്ചിട്ടുള്ള പഴവത്തിൽ മാവില പുതിയവീട് തറവാട്ടിലെ അംഗമായ മാസ്റ്റർ MB പ്രണവിനെ ഡിസംബർ 1 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മാവില പുതിയവീട് ദേവസ്ഥാനത്ത് വെച്ച് അനുമോദിക്കുന്നു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നിന്നും കമുകിനും തെങ്ങിനും ജൈവവളത്തിന് അപേക്ഷിച്ചവർ ഏരിയം, പാണപ്പുഴ, കടന്നപ്പള്ളി സർവീസ് ബാങ്കുകളിൽ നിന്നും വളം വാങ്ങി 10 ദിവസത്തിനകം ബില്ല് കൃഷിഭവനിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ തേനീച്ച വളർത്താൻ താൽപ്പര്യമുള്ള കർഷകർ എത്രയും പെട്ടെന്ന് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. പയ്യന്നൂർ അമലോത്ഭവമാത ദേവാലയത്തിൽ മധ്യസ്ഥ തിരുനാൾ ഡിസംബർ 7 മുതൽ 11 വരെ നടക്കും. പ്രധാന തലക്കെട്ടുകളിലേക്ക് ഒരിക്കൽ കൂടി. വാടക നൽകാത്ത CBIക്കാരെ ഗസ്റ്റ് ഹൌസിൽ നിന്നും സർക്കാർ ഇറക്കിവിട്ടു. കൊച്ചി PWD ഗസ്റ്റ് ഹൌസിൽ നിന്നും ഒഴിയേണ്ടി വന്നത് ഹക്കീം വധക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ. വ്യാജ വാർത്തകൾ വ്യാപകമാകുന്നു. പഴയങ്ങാടിയിൽ ഇരയാകേണ്ടി വന്നത് കട്ടൻ തൊഴിലാളികൾ. ഇവർ കുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്ന ആരോപണം പടർന്നത് സോഷ്യൽ മീഡിയ വഴി. ചൂളക്കടവ് പാലം യാഥാർത്ഥ്യമാകാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗം ലഭിക്കുന്നു. ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ചു. കരിവള്ളൂർ സമരസേനാനി പാവൂർ കുഞ്ഞിരാമൻ അനുസ്മരണം ചീത്തയിൽ നടന്നു. അപകടമൊഴിയാതെ പരിയാരം ദേശീയപാത, ചൊവ്വാഴ്ച അപകടത്തിൽപ്പെട്ടത് സ്കൂൾ ബസ്. ന്യൂസ് അവർ പൂർത്തിയാവുന്നു. നമസ്കാരം.